വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നിലവിലുള്ള ഉൽപ്പാദന ബന്ധങ്ങളെ പൊളിച്ചു മാറ്റിക്കൊണ്ട് തൊഴിലാളി വർഗത്തിന് സമ്പത്തുണ്ടാക്കുക മാത്രമല്ല അത് വിതരണം ചെയ്യാനുള്ള ഒരു അവകാശം കിട്ടുക എന്ന് കണക്കാക്കിക്കൊണ്ട് സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് ഞങ്ങൾ. ഇടതുപക്ഷ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഒക്കെ അതിൻ്റെ വാൻഗാർഡുകളാണ്, കാവലാളുകളാണ് എന്ന് പറയാം. എല്ലാം മാറ്റത്തിന് വിധേയമാണെന്നുള്ള മാർക്സിയൻ തിയറി എവിടെയും ബാധകമാണ്. എല്ലാം മാറ്റത്തിന് വിധേയമാണ്. ഗുണപരമായും ഗുണപരമായുള്ള മാറ്റമുണ്ട്. പുതുതായി ഒന്നായിരിക്കും ഉണ്ടാവുക. പഴയതിൻ്റെ എല്ലാ ഗുണങ്ങളും ഇല്ലാതാവില്ല, ചിലതുണ്ടാവും. പ്രത്യുൽപാദന രംഗത്തുമുണ്ട്, പൊളിറ്റിക്സ് അകത്തുമുണ്ട്. പക്ഷേ സാമൂഹ്യ മാറ്റം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ധനം കൊടുക്കണം, വർഗ സമരങ്ങൾ വേണം. വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് നോക്കിയിരുന്നാൽ അത് വെള്ളം തിളയ്ക്കില്ല, തീ കൊടുക്കണം. അപ്പോൾ ആ തീ കൊടുക്കുന്ന രീതിയിൽ നടന്നാൽ സ്വാഭാവികമായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ് ഞങ്ങൾ. അടിമത്തത്തിൽ നിന്ന് നാടുവാഴിത്തത്തിലേക്ക് മാറി. അടിമത്തം ശാശ്വതമായില്ലല്ലോ. അതിൻ്റെ വൈരുദ്ധ്യം ഏറ്റുമുട്ടി ഒന്നൊന്നിനെ കീഴ്പ്പെടുത്തി പുതുതായി ഒന്നുണ്ടായി. അതാണ് ജന്മിത്വം. ആ ജന്മിത്വം നാടുവാഴിത്തം എന്ന് പറയുന്നതിനെ മാറ്റിക്കൊണ്ടാണ് മുതലാളിത്തം വന്നത്. നൂറ്റാണ്ടുകളായി അത് നിലനിൽക്കുന്നു. അതിനെതിരായിട്ട് മുതലാളിത്തം അങ്ങനെ നിലനിൽക്കാൻ കഴിയില്ല അധികകാലം. അതിനെതിരായി തൊഴിലാളി വർഗം ശക്തമായ സമരത്തിലേക്ക് വരും. അത് സോഷ്യലിസത്തിലേക്ക് മാറും. അപ്പോൾ സോഷ്യലിസത്തിൻ്റെ സ്ഥാപനത്തിന് വേണ്ടി ഇടതുപക്ഷത്തിൻ്റെ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രസക്തിയും പ്രാധാന്യവും വർദ്ധിക്കുക അല്ലാതെ പുറകോട്ട് പോകില്ല.